ഈ കാന്തപുരം വാർത്തകളിൽ പെട്ടെന്ന് നിറഞ്ഞത് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കാന്തപുരം പറയുന്നു, എൻ്റെ ജോലി കഴിഞ്ഞു, നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്നുള്ളത് ഇനി എൻ്റെ പണിയല്ല, ഇനി കേന്ദ്രം ചെയ്യട്ടെ. ഞാൻ ഇടപെട്ടത് വധശിക്ഷ നീട്ടിവെച്ചു, അതോടെ എൻ്റെ പണി കഴിഞ്ഞു. മാത്രമല്ല, ഈ ഇടയ്ക്ക് ചില വിവാദമൊക്കെ ആയപ്പോൾ കാന്തപുരം ഒന്ന് പ്രതിരോധത്തിലായിരുന്നല്ലോ, അതേക്കുറിച്ചും അദ്ദേഹം ഇന്നലെ പറഞ്ഞു. അതായത്, ഞാൻ ഇതിനകത്ത് ഇടപെട്ടത് മതങ്ങൾക്ക് മുകളിലാണ് മാനവികത എന്ന് തെളിയിക്കാനാണ്, അല്ലാതെ കേന്ദ്ര സർക്കാരിനെയോ വേറെ ഏതെങ്കിലും അതോറിറ്റിയോ ചെറുതാക്കാനൊന്നുമല്ല. ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും കേന്ദ്ര സർക്കാരിനെയും ബന്ധപ്പെട്ട വകുപ്പിനെയും അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും അല്ല നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഞാൻ പിന്മാറി, ഇനി കേന്ദ്രം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നൈസായിട്ട് കൈ കഴുകി എന്നൊരു തോന്നലുണ്ടാക്കുന്ന തരത്തിൽ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ഭാഗ്യവശാൽ, കാന്തപുരത്തിൻ്റെ ഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ അത് കാര്യമായി കാണിച്ചിട്ടില്ല. എന്തു തോന്നുന്നു പക്ഷേ? അല്ല, ഇത് ഒന്നാമത്തെ ചോദ്യം, ഇതിൽ കാന്തപുരത്തിൻ്റെ പേര് ഈ വാർത്തയിൽ പ്രത്യക്ഷപ്പെട്ട കാലം തൊട്ട് സംശയാസ്പദമാണ്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേച്ചറും അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജനോപകാര പ്രവൃത്തികളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളും ഇതെല്ലാം കൂടി ചേർത്തിട്ട് അദ്ദേഹത്തെ ഒരു 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 സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ നമ്മളെ മാധ്യമങ്ങൾ തയ്യാറായില്ല. യഥാർത്ഥ കാര്യം അതാണ്. അദ്ദേഹത്തെ വലിയൊരു ബിംബമായിട്ട് അവതരിപ്പിച്ചു. ഇതിൽ ഒന്നാമത്തെ ഇഷ്യൂ, ആദ്യം തന്നെ ഉയർന്നു വന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, അന്ന് തന്നെ പൊളിഞ്ഞതാണത്. സത്യത്തിൽ ഈ ഇദ്ദേഹം ആദ്യം വന്ന വാർത്ത, ഇദ്ദേഹം ഒരു തിങ്കളാഴ്ച പത്രസമ്മേളനം നടന്നു. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഡേറ്റിന് വ്യത്യാസം വരാം. തിങ്കളാഴ്ച പത്രസമ്മേളനം പറയുന്നു, ഞാൻ ഇതിൽ ബന്ധപ്പെടുമെന്ന് പറയുന്നു. പക്ഷേ അതിന് തൊട്ട് ശനിയാഴ്ച തന്നെ ഈ തീരുമാനമാവുകയും ഞായറാഴ്ച ഉത്തരവാവുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച ഇറങ്ങിയ ഉത്തരവാണ് ഇദ്ദേഹത്തിന് ആരോ അയച്ചു കൊടുത്തത്. തിങ്കളാഴ്ച എന്നിട്ട് പുള്ളി പറയുന്നു, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ എവിടെയെങ്കിലും ഷെയ്ഖ് അബൂബക്കർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞിട്ടാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് അവിടുത്തെ സ്റ്റാൻഡിംഗ് കൗൺസിൽ, അവിടുത്തെ അറ്റോർണി ജനറൽ, എന്താണ് പറയാ, അവിടുത്തെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാറ്റിവെച്ചിരിക്കുന്നു എന്നാ. മാറ്റിവെക്കാനുള്ള കാരണങ്ങൾ അന്ന് പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നു. കേരളത്തിന് പുറത്തുള്ള പല മാധ്യമങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് വലിയൊരു ഇഷ്യൂ ആയി, ഒരു സോഷ്യൽ ഇഷ്യൂ ആയപ്പോൾ, പ്രത്യേകിച്ചും അവിടെ ഹൂത്തി തീവ്രവാദികളുടെ അധീനതയുള്ള പ്രദേശമാണ്. തീവ്രവാദികൾക്ക് ആൾക്കൂട്ടത്തെ ഭയമാണ്. അതുകൊണ്ട് ഈ ജയിലിന് പുറത്ത് ഇത് എക്സിക്യൂഷൻ നടപ്പാക്കുമ്പോൾ വലിയ തോതിൽ ആൾക്കൂട്ടം വന്നു ചേരുമോ, അവിടുത്തെ പോലീസിനും, ഇവരുടെ പോലീസ് എന്ന് വെച്ചാൽ തീവ്രവാദികളുടെ പോലീസാണ്, അവർക്ക് നിയന്ത്രണ വിധേയമല്ലാതെ പോകുമോ എന്ന ആശങ്ക വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ആ ഒരു ലൈം ലൈറ്റിൽ നിന്ന് ഇത് മാറ്റി നിർത്താനാണ് എന്ന് വാർത്ത വന്നിരുന്നു. കാന്തപുരം അപ്പോഴും പറഞ്ഞത് എൻ്റെ അഭ്യർത്ഥന പ്രകാരം മാറ്റിവെച്ചു. അദ്ദേഹം ഒരു അവിടുത്തെ ഒരു സൂഫി വര്യന്റെ പേര് പറയുന്നത് ഷെയ്ഖ് ഹബീദ് ഒമർ ബിൻ ഹഫീൽ, ഉമർ ബിൻ ഹാഫിസ്. അദ്ദേഹത്തിന് എന്താ ബന്ധം എന്ന് വെച്ചാൽ, ഇദ്ദേഹം പണ്ട് ബന്ധമുള്ളത് ഇപ്പോഴും ഈ ആവശ്യത്തിന് വേണ്ടി ബന്ധപ്പെട്ടിരിക്കാം. കാരണം അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കാം, കാരണം അവർക്ക് നേരത്തെയും ബന്ധമുണ്ട്. മർക്കസിൽ അദ്ദേഹം വന്നിട്ടുള്ള ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ എവിടെയാണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ ഗവൺമെന്റ് ഇല്ല. ഈ സന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഹൂത്തി തീവ്രവാദികളിലാണ്. അവരുടെ ഒരു ലോക്കൽ കോടതിയാണ് ഇത് അന്തിമമായി തീരുമാനിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഇനി ഇവരാരെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? അവിടുത്തെ ട്രൈബൽ ഗോത്ര തലവന്മാരെയാണ്. അപ്പോൾ ഈ ഹൂത്തി കോടതിയെ ഓർക്കേണ്ട കാര്യം, ഹൂത്തി കോടതി സമ്പൂർണമായും ഷിയ കോടതിയായിരിക്കും. ഈ ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പറയുന്ന ഇദ്ദേഹം മർക്കസിൽ കൊണ്ടുവന്ന പണ്ഡിതനാണ് ഹാഫിസ്. അദ്ദേഹം സുന്നിയാണ് അല്ലേ? അദ്ദേഹം സുന്നിയാണെന്ന് മാത്രമല്ല സൂഫിയുമാണ്. ഈ സുന്നികൾക്ക് വേണമെങ്കിൽ ഒരു ഷിയ സുന്നി കണക്ഷൻ ഈ സൂഫികൾക്ക് ഉണ്ടാവാം. അത് മാത്രമാണ് എനിക്ക് അതിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ. ഒരു പാലം ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പക്ഷെ നടന്നു എന്നതിന് തെളിവില്ല. പക്ഷെ നമുക്ക് അപ്പോഴേക്ക് നമ്മുടെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും കൂട്ടരും വലിയ പ്രതീക്ഷയോടെ ഇദ്ദേഹത്തെ ഉപയോഗിക്കുകയും ഇദ്ദേഹവും കൂടി ചേർത്ത കമ്മീഷനെ വെക്കണം എന്ന് പറയുകയും, എന്നാൽ അത് സ്വീകരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, നിമിഷപ്രിയ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെയോ, അല്ലെങ്കിൽ അവർക്ക് ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് ആക്കി ചുരുക്കി കിട്ടുന്ന, അവരുടെ വധശിക്ഷ മാറ്റി കിട്ടുന്നത് വരെയോ ഇദ്ദേഹം ഈ ഫൈറ്റിൽ നിൽക്കണ്ടേ? അതെ, അദ്ദേഹത്തിന് ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ തന്നെ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചതനുസരിച്ച് കാന്തപുരത്തെ പോലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പലപ്പോഴും ഗവൺമെന്റുകൾക്ക് ചെയ്യാവുന്നതിനപ്പുറത്താണ്. കാരണം തീവ്രവാദികളുടെ ഭരണമാണ്, ലോലസ് ആണ് അവിടെ, അതാണല്ലോ നിയമത്തിനപ്പുറമാണ്. തീവ്രവാദി അണ്ടർഗ്രൗണ്ട് റൂളാണ് നടക്കുന്നത്. അവിടെ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിനാണ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ആ പോരാട്ടം, ആ സമരം അല്ലെങ്കിൽ ആ ഒരു ശ്രമം അദ്ദേഹം വഴിക്ക് വെച്ച് എങ്ങനെ ഇട്ടിട്ട് പോവുക? എന്ത് കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിനുള്ളത്?
ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇപ്പോൾ ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ? കാരണം ഇത് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തലയിലിട്ട് കൊടുത്തു. ഞാൻ ചെയ്യാവുന്നത് ചെയ്തു, ഞാൻ വിജയിച്ചു, വധശിക്ഷ നീട്ടിവെപ്പിച്ചു. ഇനി കേന്ദ്രം ഇടപെട്ടു, കേന്ദ്രം പരാജയപ്പെട്ടു എന്ന് വരുത്താനായിരിക്കുമോ? അതിനും സാധ്യതയൊക്കെ ഉണ്ട്. രണ്ടാമത്തെ പക്ഷേ ആദ്യത്തെ കാര്യം ഇദ്ദേഹം ഇനിയും തെളിയിക്കേണ്ടിയിരിക്കും. ആ രേഖ ആരും കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ ആദരപൂർവ്വം നമ്മൾ ഷെയ്ഖ് അബൂബക്കർ, നമ്മുടെ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഷെയ്ഖ് അബൂബക്കറിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അപേക്ഷ പ്രകാരമാണ് ഞങ്ങൾ മാറ്റിവെച്ചത് എന്ന് പറയുന്ന ഒരു രേഖ കാണിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലെയിം നിലനിൽക്കുകയുള്ളൂ. രണ്ട്, ഞാൻ ഇനിയും ഈ മാനവികതയുടെ പേരിൽ ഇവരെ പുറത്തിറക്കാൻ ഉള്ള ശ്രമം നടത്തും. വഴിക്ക് വെച്ച് നിർത്തിയാൽ മതിയോ? അദ്ദേഹം ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ക്ലെയിം മാത്രമാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ അവർ ചെയ്തിട്ടില്ല. രണ്ട്, ഇദ്ദേഹം കുടുംബവുമായി സംസാരിച്ചോ? കുടുംബവുമായി സംസാരിച്ചിട്ടില്ല എന്ന് ആ കുടുംബത്തിന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ബ്ലഡ് മണി ഉണ്ടല്ലോ, ദിയ തീരുമാനിച്ചുവോ? എങ്കിൽ എത്രയാണ്? അവരത് സമ്മതിച്ചുവോ? എല്ലാം അവ്യക്തമാണ്. എല്ലാം ദുരൂഹമാണ്. ഈ പറഞ്ഞതിലൊന്നും വ്യവസ്ഥയില്ല. പിന്നെ കാന്തപുരം ഉസ്താദിൻ്റെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളെ, അദ്ദേഹം നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അനാഥ സംരക്ഷണത്തെയും ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച പല രേഖകളും ഇപ്പോഴും തെളിയിക്കപ്പെട്ടതല്ല. പ്രവാചകന്റെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വ്യാപകമായ ക്യാമ്പയിൻ നടന്നതാണ്. അത് പ്രവാചകന്റേതാണ് എന്ന് തെളിയിക്കുന്ന യാതൊരു രേഖയും അദ്ദേഹം ഹാജരാക്കി. അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ടാണ് പോയത്. ഇപ്പൊ അതൊരു അദ്ദേഹത്തിന് ഇഷ്യൂ അല്ല. കാരണം ആ ഇഷ്യൂ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കേണ്ട ക്യാമ്പയിൻ, അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഫണ്ടിങ്, അതൊക്കെ നടന്നു കഴിഞ്ഞു. ലക്ഷ്യം നേടിയ അതാണ് പിണറായി പറഞ്ഞത് ഹ്യൂമൻ വേസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ആ മുടിയെ കുറിച്ചാണ് പറഞ്ഞത്. പ്രവാചകന്റെ മുടി ഹ്യൂമൻ വേസ്റ്റ് ആണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പറഞ്ഞെടുത്ത് ഇപ്പൊ ഭരണകൂടം ഉണ്ടോ? പിണറായിക്ക് ഒരിക്കൽ കൂടി പറയാൻ ധൈര്യം ഉണ്ടാവും. അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്നത്, ഇപ്പൊ നമുക്ക് ഈ കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. കാന്തപുരം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അത് ഇത്ര വലിയ ഒരു പ്രൊപ്പഗാൻഡയായിട്ട് ഉപയോഗിക്കാതെ സൈലൻ്റായി വെച്ചിട്ട് കാര്യങ്ങൾ നീക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ആകുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് പിന്നീട് ഇപ്പൊ ഈ തലാലിന്റെ കുടുംബത്തിൽ നിന്ന് വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അവർ പ്രകോപിതരായത് ഈ ക്യാമ്പയിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലഡാണ്, അവരുടെ ചോരയാണ് മരിച്ചുപോയത്, കൊല്ലപ്പെട്ടത് മൃഗീയമായിട്ടാണ് കൊല്ലപ്പെട്ടത് അവരുടെ കണക്കിൽ. ഇവരാണോ ഇപ്പൊ നിമിഷപ്രിയയാണോ? അല്ലെ, എനിക്ക് നിമിഷപ്രിയയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ഗതികെട്ട ഒരു ഇന്ത്യൻ ജീവനക്കാരി എന്ന നിലക്ക് അവർ ആ സാഹചര്യത്തിൽ ചെയ്തിട്ടുണ്ടാകാവുന്ന വിഭ്രമവും വെപ്രാളവും ഒക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. അത് അങ്ങനെ ജീവിച്ച ഒരാൾക്ക് അത് മനസ്സിലാവും. അപ്പം ഞാൻ അതേ സമയത്ത് അവരുടെ കണ്ണിൽ അങ്ങനെയല്ലല്ലോ. അവരുടെ സഹോദരനെ ഇത്ര മൃഗീയമായിട്ട് മയ്യത്തിനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം അങ്ങേയറ്റമാണ്. ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഡോക്ടർ നജീബുള്ളയോട് ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, വിളക്ക് കാൽ കെട്ടി ലിംഗം കട്ട് ചെയ്ത് മാറ്റിയതൊക്കെ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞവരാണ് നമ്മൾ, അത് കാണുന്നതാണ് നമ്മൾ. അപ്പോൾ അത്തരത്തിൽ വളരെ നിഷ്ഠൂരമായിട്ട് ഡെഡ് ബോഡിയോട് പെരുമാറി, കൊലപ്പെടുത്തി, അങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ചു. അവരുടെ കണക്കിന് ഇയാളുടെ കയ്യിൽ ഇവള് ഭാര്യയാണെന്ന രേഖയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭാര്യയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മാനങ്ങളുള്ള ഒരു കേസിൽ അവർ പ്രകോപിതരായത്, ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു, ഇനി വധശിക്ഷയില്ല, ഇതാ നിമിഷപ്രിയ നാളെ പുറത്ത് അവർ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് മാധ്യമങ്ങളിലൂടെ വന്നു. ഷെയ്ഖ് അബൂബക്കർ സാഹിബ് ഇടപെട്ടതോട് കൂടിയിട്ട് അത് യമനിലെ ഹൂത്തി നേതാക്കന്മാർ, ഹൂത്തി പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക പണ്ഡിത ലോകം അത് അംഗീകരിച്ചിരിക്കുന്നു. അത് ഹൂത്തി കോടതിയുടെ വിധിയായി വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ഇമേജ് അല്ലേ ഉണ്ടാക്കിയത്. വല്ലാതെ അനാവശ്യമായൊരു പ്രൊപ്പഗാൻഡ ഇത് സത്യമായിട്ടും അതാണ്. ഇത് നശിപ്പിച്ചാൽ ഒരുപക്ഷെ ഇനി നിമിഷപ്രിയക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്നും അത് അവർ പുറത്തിറങ്ങി വരട്ടെ എന്നുമാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥന. മറിച്ചു വല്ലതും സംഭവിച്ചാൽ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ വാർത്തകളാണ്. നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ സെൻസിറ്റീവ് ആയിട്ടുള്ള വാർത്ത, സെൻസേഷണൽ ആയിട്ടുള്ള വാർത്ത. ശരിക്കും ഇങ്ങനെ വാർത്തകൾ വരുത്തുക വഴി കാന്തപുരം എന്തായിരിക്കും ലക്ഷ്യമിട്ടത്? ഇതിലൊരു PR വർക്കാണ് സാർ. സത്യത്തിൽ ഇവർക്കൊക്കെ അതിപ്പോൾ ആവശ്യമുണ്ട്. ഈ പണ്ഡിതന്മാർക്കൊക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ. വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും ഇപ്പോൾ MA യൂസുഫ് അലിയുടെ പോലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ അറിയപ്പെടാത്ത എത്രയോ ദുരിതങ്ങളിലേക്കല്ല പോകുന്നത്. ഭയങ്കര സെൻസിറ്റീവായി ആദ്യം വാർത്തയുണ്ടാക്കും, എന്നിട്ട് ദൈവദൂതനെ പോലെ പ്രത്യക്ഷപ്പെടുന്നു, അദ്ദേഹം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രചാരണം. നിങ്ങൾ ഒരു ലോകം മുഴുവനുള്ള പത്രങ്ങളിൽ പരസ്യം കൊടുത്താൽ കിട്ടാത്ത പരസ്യമാണ് ലുലുവിന് അതിലൂടെ കിട്ടുന്നത്. 1 ലക്ഷം രൂപ മുടക്കി 10 കോടിയുടെ പരസ്യം കിട്ടും. ഗംഭീരമാണത്.
കൊടുക്കുന്ന 1 ലക്ഷമായിരിക്കും. അപ്പൊ ഇത് വലിയൊരു PR വർക്കാണ്, ഇത് വലിയൊരു ക്യാമ്പയിനാണ്, അല്ലെങ്കിൽ പബ്ലിസിറ്റി വർക്കാണ്. അതെപ്പോഴും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. നല്ല വ്യാപാരം ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു കാന്തപുരം ഇപ്പോൾ ഇതിനു വേണ്ടി ഇപ്പൊ ദിയാമണി അദ്ദേഹം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് ജീവൻ രക്ഷിച്ചാൽ ദിയാമണി കൊടുക്കാമെന്നാണ്. ദിയാമണി നമുക്ക് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ തയ്യാറാണെന്ന് പറഞ്ഞത്. ആ വകയിൽ ക്യാമ്പയിൻ നടത്താൻ പറ്റും, കളക്ഷൻ ചെയ്യാൻ പറ്റും, ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അത് സർവോപരി ഇതൊരു വലിയ പബ്ലിസിറ്റി ആയിട്ട് അതല്ല, ആ മൈലേജ് അദ്ദേഹത്തിന് കിട്ടി. എല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും അദ്ദേഹം നിർത്തി പോവുകയും ചെയ്തു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇപ്പോൾ എൻ്റെ അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ പറയുന്നത് അദ്ദേഹം ഒരു പൂർണ്ണ ആരോഗ്യത്തോടെയൊന്നും അല്ല ഇപ്പൊ പൊതുസമൂഹത്തിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മോനാണ് എല്ലാം ഡീൽ ചെയ്യുന്നത്, ഹക്കീം അസ്ഹരി എന്ന് പറയുന്നത്. അദ്ദേഹം വരച്ചു കൊടുക്കുന്ന തിരക്കഥയിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഈ പ്ലാൻ മുഴുവൻ അദ്ദേഹത്തിന്റെ PR വർക്കാണ് എന്ന് വിശ്വസിക്കുന്നവർ ആ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇത് മലയാളി വലിയ തോതിൽ തെറ്റിദ്ധരിച്ച ഒരു ക്യാമ്പയിനായി. ഏതായാലും മാത്രമല്ല, നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ രക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം പിന്മാറി എന്നുള്ള വാർത്ത വലിയ തരത്തിൽ വാർത്തയായില്ല. പിന്മാറിയത് യഥാർത്ഥത്തിൽ വാർത്തയല്ലേ? അദ്ദേഹത്തെ വെറുതെ ഇരുത്താൻ പാടുണ്ടോ? ഇന്നലത്തെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളാണ് പലപ്പോഴും ഇപ്പോ മലയാളത്തിന് വേണ്ടി സത്യം പറയുന്നത്. അപൂർവമായിട്ടെങ്കിലും. ഞാൻ പറയുന്നത് അവരേ പറയുന്നുള്ളൂ, വേറെ എവിടെയും വരുന്നില്ല. ഒന്നാലോചിച്ച് നോക്കൂ. ഏതായാലും കാന്തപുരം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇടപെടലിന്റെ ഫലമായി ഇനിയെങ്കിലും നിമിഷപ്രിയയ്ക്ക് പുറത്തു വരാൻ സാധ്യതയുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. ഞാനൊരൊറ്റ കാര്യം കൂടി അതിൻ്റെ കൂടെ ഒരു സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ, കുവൈറ്റിലെ ഒരു വ്യാജ മദ്യ ദുരന്തം മലയാളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പുങ്കവൻ കൊടുത്തില്ല. ന്യായമായ ചോദ്യമാണ് സാർ ചോദിക്കുന്നത്. വലിയ ദുരന്തമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവർക്കൊക്കെ ഈ റിയാലിന്റെ മണം, അതിന്റെ രുചി ഇന്നലത്തെ ഇംഗ്ലീഷ് പത്രങ്ങളുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ വാർത്തയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ എഡിഷൻ ഇല്ല, അവർക്ക് അവിടെ തൽക്കാലം അവരുടെ സഹായം വേണ്ട. ചെറിയ കാര്യമാണ് സാർ. മദ്യം നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്ത്, കുവൈറ്റ് പോലൊരു രാജ്യത്ത്, ഹറാമായ രാജ്യത്ത്, കുടിച്ചാൽ തല പോകുന്ന രാജ്യത്ത് ഡിസ്റ്റിലറി നടത്തുന്നു, എന്നിട്ട് വ്യാജ മദ്യം കൊടുക്കുന്നു, 60 പേരുടെ കാഴ്ച നഷ്ടപ്പെടുന്നു, 13 പേര് കൊല്ലപ്പെടുന്നു. ഒരു മലയാളിയാണ്, സച്ചിൻ എന്ന് പറയുന്ന കണ്ണൂർക്കാരൻ. ഇത് നമ്മുടെ മലയാള മാമാരുണ്ടല്ലോ സാറ് വിളിക്കുന്ന മനോഹരമായ ചില ഓമപ്പേരുകളുണ്ട്. ഇനിയോ എനിക്കത് അറിയാത്തതുകൊണ്ടാണ്, അതിനപ്പുറം വിളിക്കണം ഇവരൊക്കെ. ഇത് വാർത്തയല്ലേ എന്ന് ഈ ആർക്കൊക്കെയുള്ള പാഠമാണെന്ന് ആലോചിച്ച് നോക്കൂ. നാട് വിട്ടു പോകുന്ന പ്രവാസികൾക്കുള്ളൊരു പാഠമാണ്. അവരെ കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന വീട്ടുകാർക്കുള്ള മുന്നറിയിപ്പാണ്. നാട് വിട്ടുപോയി മദ്യം നിയമവിധേയമല്ലാത്തൊരു രാജ്യത്ത് മദ്യപിച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ചുള്ള വലിയ മുന്നറിയിപ്പാണ്. മാധ്യമങ്ങളുടെ ഒരുപാട് ദൗത്യമില്ല സർ, മൂടിവെക്കുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കൊച്ചു വാർത്തയാണ് കൊച്ചു മൂടിവെക്കലാണ്. ഏതായാലും നിമിഷപ്രിയ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് എപ്പോഴും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരക്കാര് അത് നശിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.